എല്ലാവർക്കും നമസ്കാരം. SBIയിൽ സ്റ്റാഫ് ഐഡിയും ബാങ്ക് ഡീറ്റെയിൽസും എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ആദ്യമായി സ്റ്റാഫ് ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡ് എന്ന മെനുവിൽ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അടുത്ത സ്ക്രീൻ വരും. അടുത്ത സ്ക്രീനിൽ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കാണിക്കും. അതായത് നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇതിത്ര കാര്യങ്ങൾ ഡിഫാൾട്ടായിട്ട് അവിടെ തന്നെ നൽകിയിരിക്കും. അതിനുശേഷം നമ്മുടെ വാട്സാപ്പ് നമ്പർ ടൈപ്പ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഡെമോ ആയിട്ട് കാണിച്ചു തരുന്നതിനാൽ ഞാൻ ടെമ്പററി ആയിട്ടാണ് എൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ നമ്പർ ആൾറെഡി ഞാൻ SBIയിൽ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ആൾറെഡി എക്സിസ്റ്റ് എന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്യുന്നില്ല, ഇത്തിരി ടൈപ്പ് ചെയ്യുന്നുള്ളൂ. താങ്കൾ ഫുള്ളായിട്ട് താങ്കളുടെ വാട്സാപ്പ് നമ്പർ ഏതാണോ അത് തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി കാലി ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാലണ്ടർ ഓപ്പൺ ആയി വരും. ഈ ഒരു കാലണ്ടറിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് വർഷമാണ്. വർഷം സെറ്റ് ചെയ്യാൻ വേണ്ടി നീല കളറിൽ കാണിക്കുന്ന ഏറ്റവും മുകളിൽ 2023 എന്നതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ വർഷങ്ങൾ ഡിസ്പ്ലേ ആവും. ഇതിൽ നമ്മുടെ വർഷം ഏതാണോ അത് സെലക്ട് ചെയ്യണം. ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി 2000 എന്ന് സെലക്ട് ചെയ്യുകയാണ്. താങ്കളുടെ വർഷം ഏതാണോ ആ വർഷത്തിന് മുകളിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. വർഷം ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഇനി അതിനുശേഷം മാസമാണ് സെലക്ട് ചെയ്യേണ്ടത്. മാസം സെലക്ട് ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ 2000 എന്ന് എഴുതിയെടുത്ത് സ്ക്രോൾ ചെയ്യുക. ഇടതുവശത്തും വലതുവശത്തും മൂവ് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മന്ത് ഫെബ്രുവരി എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി സ്ക്രോൾ ചെയ്യുക. ഫെബ്രുവരി വന്നിരിക്കുകയാണ്. ഇനി വേണം ഡേറ്റ് സെലക്ട് ചെയ്യാൻ. നമ്മുടെ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി 9 എന്ന് സെലക്ട് ചെയ്യുകയാണ്. 9ന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി കാലണ്ടറിൻ്റെ ഏറ്റവും താഴെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ക്ലിയർ, ക്യാൻസൽ, സെറ്റ്. അതിൽ സെറ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ആവുന്നതാണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ കാണുന്നത് ഫെബ്രുവരി എന്ന മാസവും രണ്ടാമതിലുള്ളത് തീയതിയും മൂന്നാമത് വർഷവും ആണ് ഡിസ്പ്ലേ ആവുന്നത്. ഇനി അതിനുശേഷം നോമിനി നെയിം. നോമിനി നെയിം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെ പേര് നൽകിയാൽ മതിയാവുന്നതാണ്. ഇതിനു മുൻപ് SBIയിൽ ഉള്ളവരാണെങ്കിൽ കുഴപ്പമൊന്നും വരുന്നതല്ല. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ പേര് തന്നെ നൽകുകയാണ്. അതിനുശേഷം നോമിനി ഇമെയിൽ ID ഏത് വേണമെങ്കിലും നൽകാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. SBIയിൽ ഉപയോഗിച്ച ഇമെയിൽ ID നൽകിയാലും അതിന് പ്രശ്നമൊന്നും ഉള്ളതല്ല. ഞാൻ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുന്നില്ല, ഇത്ര ടൈപ്പ് ചെയ്യുന്നുള്ളൂ. കാണിക്കാൻ മാത്രം കുറച്ച് മാത്രം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താങ്കളുടെ ഇമെയിൽ ID എന്താണോ അത് മൊത്തമായിട്ടും ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നോമിനി ഫോൺ നമ്പർ നമുക്ക് ഏത് വേണമെങ്കിലും നൽകാവുന്നതാണ്. SBIയിൽ ഇതിനു മുൻപ് ഉപയോഗിച്ച ഫോൺ നമ്പർ വേണമെങ്കിൽ നൽകാവുന്നതാണ്. ഞാൻ എൻ്റെ നമ്പർ പകുതി മാത്രം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താങ്കൾ ഫുള്ളായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് നമ്പറാണ് വേണ്ടത്. ഇത് പിൻകോഡ് എന്ന് വായിക്കരുത്, പാൻ കാർഡാണ്. നമ്മുടെ പാൻ കാർഡ് നമ്പർ വേണം ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് എന്താണോ ഈ ഒരു കോളമിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ചൂസ് കൺട്രി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ അഫ്ഗാനിസ്ഥാൻ എന്ന് കാണിക്കുന്നത് അത് ആൽഫബറ്റ് പ്രകാരം കാണിക്കുന്നതാണ്. A എന്ന അക്ഷരം ആദ്യം വന്നതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് കാണിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടി വലതുവശത്തുള്ള ഡൗൺ ഏറോയ്ക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്പൺ ആവും. ഇതിൽ ഇന്ത്യ വേണം സെലക്ട് ചെയ്യാൻ. നമ്മുടെ കൺട്രി ഏതാണോ ആ കൺട്രിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഇന്ത്യയിലുള്ളത് കൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. താങ്കൾ മറ്റു കൺട്രീസിലാണ് ഉള്ളതാണെങ്കിൽ ആ ഒരു കൺട്രിയുടെ പേര് വേണം സെലക്ട് ചെയ്യാൻ. ഞാൻ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത്, കാരണം ഞാൻ ഇന്ത്യയിലാണ് ഉള്ളത്. വരുന്നത് വരെ സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇന്ത്യ എന്ന് എഴുതിയതിൻ്റെ വലതുവശത്തുള്ള വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ത്യ സെലക്ട് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യണം. അതിനു വേണ്ടി സ്റ്റേറ്റിന് കീഴെയുള്ള ബോക്സിലുള്ള റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺ ഏറോയ്ക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്പൺ ആയിരിക്കുകയാണ്. ഞാൻ കേരളമാണ് സെലക്ട് ചെയ്യുന്നത്. താങ്കൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റ് വേണം സെലക്ട് ചെയ്യാൻ.
അതിനുശേഷം നമ്മുടെ സിറ്റി ഏതാണോ ആ സിറ്റി വേണം സെലക്ട് ചെയ്യാൻ. ഒരുപക്ഷെ നമ്മുടെ സിറ്റി ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഇല്ലെങ്കിൽ നിയറസ്റ്റ് സിറ്റി ഏതാണോ അതും കൊടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ സിറ്റി സെലക്ട് ചെയ്യുകയാണ്. ഇതൊക്കെ ഉദാഹരണത്തിന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിത്ര കാര്യങ്ങളായതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ഉണ്ട്. പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് സബ്മിറ്റ് കൊടുക്കരുത്. അതിന് പകരം ഒരിക്കൽ കൂടി സ്ക്രോൾ ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ കാര്യവും കൃത്യത ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വാട്സാപ്പിൽ കൊടുത്ത നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ കാര്യങ്ങളും ഒരു തവണ ക്രോസ് ചെക്ക് ചെയ്യുക. എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആക്ച്വലി ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം ഇത് ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചെന്ന വീഡിയോ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല. താങ്കൾ എല്ലാ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്ത് കൃത്യതയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിത്ര കാര്യങ്ങളാണ് പ്രൊഫൈൽ എൻട്രി ഉള്ളത്. ഇനി ഒരുപക്ഷെ നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം ഏതോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ആ മിസ്റ്റേക്കോട് കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഓപ്ഷനും കൂടി കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒരു തവണ തെറ്റിപ്പോയാൽ രണ്ടാമത്തെ തവണയും നമുക്കത് ശരിയാക്കാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ തവണയും പ്രൊഫൈലിൽ വന്നിട്ട് എവിടെയാണോ തെറ്റിപ്പോയത് അതിനെ ക്ലിയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ അതും തെറ്റിയാൽ മൂന്നാമത്തെ തവണ കമ്പനി ഓപ്പൺ ചെയ്ത് തരുന്നതല്ല. ഒരു കാരണവശാലും പ്രൊഫൈൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കൃത്യമായിട്ട് പ്രൊഫൈൽ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നത് നോക്കാം. ഈ ഒരു ഓപ്ഷനിൽ 5-ാമത്തേത് അപ്ഡേറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസ് നൽകേണ്ട ഫോം വന്നിരിക്കുകയാണ്. ഇവിടെ അക്കൗണ്ട് നമ്പർ എന്ന് കാണുന്നിടയ്ക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് കൊടുക്കേണ്ടത്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി 1010 എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി വെറുതെ നൽകുകയാണ്. ഈ ഫസ്റ്റ് ഓപ്ഷനിലുള്ളത് നമുക്ക് അത് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. അതൊക്കെ ഹൈഡായി വരും. ഇനി സെയിം അതേ നമ്പർ തന്നെ കൺഫേം അക്കൗണ്ട് നമ്പറിലും നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ അതേ നമ്പർ തന്നെ കൊടുക്കുകയാണ്. ഇപ്പോൾ ടൈപ്പ് ചെയ്ത രീതിയിൽ തന്നെ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യുകയാണ്. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. താങ്കളുടെ അക്കൗണ്ട് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യണം. ഈ ഒരു 2 നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തതിന് കാരണം നമ്മളുടെ പാസ്ബുക്കിൽ ആദ്യ അക്കം 1 എന്നതാണെങ്കിൽ നമ്മൾ അക്കങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. അതല്ലാതെ ഇംഗ്ലീഷ് ലെറ്റർ I എന്ന് സെലക്ട് ചെയ്യരുത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മുടെ കീബോർഡിൽ I എന്നുണ്ട്. I സെലക്ട് ചെയ്യരുത്. ഞാൻ ഒരിക്കൽ കൂടി ക്യാൻസൽ ചെയ്തിട്ട് കാണിക്കുകയാണ്. ഇവിടെ 1 എന്നെടുക്കാം. 1 എന്ന നമ്പർ തന്നെ ടൈപ്പ് ചെയ്യണം. അതിന് പകരം ഇംഗ്ലീഷ് അക്ഷരത്തിലുള്ള I എന്ന് സെലക്ട് ചെയ്യരുത്. ഇപ്പോൾ വ്യത്യാസങ്ങൾക്കുണ്ട്. ഞാനിപ്പോൾ I ടൈപ്പ് ചെയ്തിരിക്കുകയാണ്, 1 ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. രണ്ടിൻ്റെ വ്യത്യാസവും മനസ്സിലാക്കുക. ആദ്യം കാണുന്നതാണ് 1, രണ്ടാമത്തിൽ കാണുന്ന സംഖ്യ 1 അല്ല, അത് I എന്നാണ്. ഈ അക്ഷരം സെലക്ട് ചെയ്യരുത്. 1 എന്ന് കരുതിയിട്ട് I സെലക്ട് ചെയ്യരുത്. ഒരുപക്ഷെ അങ്ങനെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ കമ്പനി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരത്തില്ല. കാരണം അത് എററായി മാറും. അതിനായിട്ട് 1 എന്ന അക്കത്തെ വളരെ ശ്രദ്ധിക്കണം. I സെലക്ട് ചെയ്യരുത്. അതുപോലെ 0 എന്ന അക്കം ഞാൻ 0 ടൈപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചുകൊണ്ട് 0-ന് പകരം ഇംഗ്ലീഷ് അക്ഷരം O എന്ന് ടൈപ്പ് ചെയ്തേക്കും. ഇതുപോലെ O എന്ന് ടൈപ്പ് ചെയ്താൽ കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് 0-ൻ്റെയും O-ൻ്റെയും വ്യത്യാസം മനസ്സിലാക്കുക. ഞാൻ ആദ്യം നൽകിയതാണ് 0, അതിനുശേഷം നൽകിയത് O എന്നാണ്. ഈ O എന്ന അക്ഷരം ഒരിക്കലും ടൈപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. അത് 0 എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. ഇനി അടുത്തതായിട്ട് നൽകേണ്ടത് അക്കൗണ്ട് ഹോൾഡർ നെയിം. നമ്മുടെ പാസ്ബുക്കിലുള്ള പേര് ഇവിടെ നൽകുക. പേര് നൽകുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ നൽകണം. ഒരുമിച്ച് സ്പേസ് കൊടുക്കരുത്. സ്പേസ് കൊടുക്കാതെ ഇനിഷ്യലും ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ ഒരുമിച്ചാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പേര് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ സ്പേസ് കൊടുക്കുന്നില്ല, ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. അതിന് പകരം അടുപ്പിച്ചിട്ട് തന്നെ ഇനിഷ്യലും കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്തതായി IFSC കോഡ്. IFSC കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രാഞ്ച് ഇവിടെ കാണിക്കും. ഈ ഒരു കാലി സ്ഥലത്ത്, അതായത് ചുവപ്പ് കളറിൽ എഴുതിയതിന് തൊട്ട് താഴെയായി നമ്മുടെ ബ്രാഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. അത് കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ബാങ്കിൻ്റെ IFSC കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായി ബാങ്ക് നെയിം കനറ ബാങ്ക് എന്ന് കാണിച്ചു.
അതിന് കീഴെ ബ്രാഞ്ചും കാണിക്കുന്നുണ്ട്. സോ ഇതുപോലെ ഓട്ടോമാറ്റിക്കായി കാണിച്ചാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ബ്രാഞ്ച് തന്നെയാണ് എന്നത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ടാണ് സബ്മിറ്റ് ബട്ടൺ ഉള്ളത്. പെട്ടെന്ന് തന്നെ ധൃതി വെച്ച് സബ്മിറ്റ് ചെയ്യരുത്. ഒരിക്കൽ കൂടി എല്ലാ കാര്യങ്ങളും കൃത്യത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ എൻ്റർ ചെയ്ത അക്കൗണ്ട് നമ്പർ കൃത്യതയുണ്ടോ, അതിനുശേഷം പേര് കൃത്യതയുണ്ടോ, അതിനുശേഷം IFSC കോഡ് കൃത്യതയാണോ, എല്ലാം ഒരിക്കൽ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. ഇതിത്രയാണ് പ്രൊഫൈൽ അപ്ഡേറ്റ്, ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കൃത്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഡാഷ്ബോർഡ് ഓപ്ഷനിലേക്ക് വരിക. അവിടെ വ്യൂ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് എൻ്റർ ചെയ്തത് അതാണ് കാണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്